ഗൈസ്, ഇത് ആക്ച്വലി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ പരിപാടി ഉണ്ടെന്നറിഞ്ഞ് കാണാൻ വന്നവരുടെ തിരക്കായിരുന്നു. ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അവിടെ എത്തിയത് കൊണ്ട് തന്നെ ബാക്കിലാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഈ പരിപാടി തീരുന്നവരേക്കും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇഷ്ടംമാതിരി തിരക്കുണ്ടായിരുന്നു അവിടെ. ആദ്യത്തെ പരിപാടി കഴിഞ്ഞ് ജലജപം എന്ന് പറഞ്ഞിട്ടൊരു പൂജയാണ് നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ നിന്നൊരു കുട്ടിക്കുരുപ്പിനെ ഫ്രണ്ടായിട്ട് കിട്ടി. ആക്ച്വലി ഞങ്ങൾ തമ്മിൽ മുന്നേ പരിചയമൊന്നുമില്ലെങ്കിലും പുള്ളി ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങളെ കണ്ട ഉടനെ ഞങ്ങളടുത്ത് വന്നിട്ട് കാര്യം പറച്ചിലും കളികളും നല്ലായിരുന്നു. പിന്നെ ഈ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പുള്ളി നിലത്തൊന്നുമല്ല നിന്നത്. ഗൈസ്, ആഗ്രഹിച്ചിരുന്ന ആ പ്രോഗ്രാം കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങളുടെ റിയാക്ഷൻ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഈ അനന്തപത്മനാഭൻ്റെ മണ്ണിലാണെങ്കിൽ പോലും അനന്തപത്മനാഭനെ കാണാൻ ഞങ്ങൾ വളരെ റെയറായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഇന്ന് പക്ഷേ ക്ഷേത്ര നടയിലിരുന്ന് ഇവർ പാടുന്നത് കേട്ടപ്പോഴത്തേനും മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം, ഒരു ദൈവികതയൊക്കെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ന്യൂ ഇയർ സ്റ്റാർട്ടിങ് ആൻഡ് ബ്ലെസ്സിങ് ആയിട്ട് ഞങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ടെല്ലാം മണിക്കൂറുകളോളം ആസ്വദിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശപ്പിൻ്റെ പിടി സഹിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു, ബൈ ബൈ പറഞ്ഞു വീട്ടിലേക്ക് പോയി.